എല്ലാവർക്കും നമസ്കാരം. സിലബസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. സെറ്റ് വളരെ അടുത്തു, ദിവസങ്ങൾ കഴിയാറായി. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തുടങ്ങുക. അപ്പൊ ഞാനും അധികം സമയം എടുക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങളിലേക്ക് പോവാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ചില ഭാഗങ്ങളിലെ ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ഭാഗം കവർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ലാസ്റ്റ് മിനിറ്റ് റിവിഷനിൽ ഉൾപ്പെടുത്തുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓൺ ദ അഡ്വൈസ് ഓഫ് ദ. അതായത് ഇതിൽ രണ്ട് ചോദ്യമുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ളതാണ്. ഗവർണർ ഓഫ് എ സ്റ്റേറ്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. എന്നാൽ ഇതിനു വേണ്ടി അഡ്വൈസ് കൊടുക്കുന്നത് വേറൊരാളാണ്. അപ്പോൾ പ്രസിഡന്റിന് ബില്ല് ഒപ്പിടാൻ മാത്രമേ അധികാരമുള്ളൂ. അത് പറയുന്നത് ഇന്ന സ്റ്റേറ്റിൽ ഇന്ന ഗവർണർ ആവണം എന്ന് പറയുന്നത് ആരാണ്? ആ ഒരു നിർദ്ദേശം കൊടുക്കുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണോ, വൈസ് പ്രസിഡന്റ് ആണോ, ചീഫ് മിനിസ്റ്റർ ആണോ, ചീഫ് ജസ്റ്റിസ് ആണോ എന്നുള്ളത് കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ അധികം കൺഫ്യൂഷൻ ഒന്നും വേണ്ട. പ്രൈം മിനിസ്റ്റർ ആണ് പ്രസിഡന്റിനോട് പറയുന്നത് ഈ ഒരു സ്റ്റേറ്റിൽ ഈ ഒരു ഗവർണർ വേണമെന്ന്. ഇപ്പൊ നമ്മളുടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ മാറി പുതിയ ഒരാൾ വന്നിട്ടുണ്ട്. സമയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേരൊന്ന് പഠിച്ചു വെക്കണം. ദ പ്രസിഡന്റ് ഗീവ്സ് ഹിസ് റെസിഗ്നേഷൻ ടു. ആർക്കാണ് പ്രസിഡന്റ് റെസിഗ്നേഷൻ കൊടുക്കുന്നത്? ചീഫ് ജസ്റ്റിസ് ആണോ, പാർലമെന്റ് ആണോ, വൈസ് പ്രസിഡന്റ് ആണോ, പ്രൈം മിനിസ്റ്റർ ആണോ? വളരെ എളുപ്പമാണ്. വൈസ് പ്രസിഡന്റിനാണ് കൊടുക്കുക. പ്രസിഡന്റ് അദ്ദേഹമല്ലേ ഏറ്റവും രണ്ടാമത് നിൽക്കുന്ന ആള്. അദ്ദേഹത്തിനാണ് കൊടുക്കുന്നത്. ഫോർ വാട്ട് പീരിയഡ് ഡസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹോൾഡ് ഓഫീസ്? എത്ര കാലം വൈസ് പ്രസിഡന്റിന് ഓഫീസ് ഹോൾഡ് ചെയ്യാൻ പറ്റും? 5 വർഷം, 65 വയസ്സാകുന്നത് വരെ, 6 വർഷം, 2 വർഷം? 5 വർഷമാണ് ഉത്തരം. ഹു among the following holds office during the pleasure of the president? ഈ പ്രസിഡന്റിന്റെ ഒരു പീരീഡിൽ, ഇല്ലാത്ത പീരീഡിൽ ആരാണ് ആ ഓഫീസിനെ എടുക്കാൻ, അല്ലെങ്കിൽ ആർക്കാണ് അധികാരം? ഗവർണർക്കാണോ, അല്ലെങ്കിൽ ആ നിയമ നടപടികൾ തുടങ്ങാനുള്ള അധികാരം ഗവർണർക്കാണോ, ഇലക്ഷൻ കമ്മീഷണർക്കാണോ, സ്പീക്കർ ഓഫ് ലോക്സഭയാണോ, പ്രൈം മിനിസ്റ്റർ ആണോ? പ്രൈം മിനിസ്റ്റർക്ക് അവരവരുടെ ഡ്യൂട്ടി ഉണ്ട്. ഇലക്ഷൻ കമ്മീഷണറുടെ ഡ്യൂട്ടി ഇതല്ല. ലോക്സഭ സ്പീക്കർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്. ഇവിടെ വരുന്നത് ഗവർണറാണ്. Which of the following is not true regarding the payment of the emoluments of the president? അദ്ദേഹത്തിനുള്ള പൈസ ചെലവ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളില്ല, അദ്ദേഹത്തിന് മാത്രമല്ല. ഓക്കെ, ആ പൈസ, ആ ഒരു പേയ്മെന്റ് reduced during a financial emergency. They are shown separately in the budget. They are charged on the contingency fund of India. They do not require any parliament sanction. അതെന്തായാലും പറ്റില്ല. ഡി എന്തായാലും പറ്റില്ല. ഇപ്പൊ വരുന്നതോ സി ആണ് ഉത്തരം. കോണ്ടിജൻസി ഫണ്ടിൽ നിന്നാണ് ഈ പ്രസിഡന്റിന്റെ ബാക്കി പേയ്മെന്റ് എല്ലാം പോകുന്നത്. ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ ദ പ്രസിഡന്റ് ടു ദ ലോക്സഭ ആൻഡ് രാജ്യസഭ ഈസ്. പ്രസിഡന്റിന് കുറെ ആൾക്കാരെ ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും നോമിനേറ്റ് ചെയ്യാൻ അറിയുന്നത് നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ടായിരിക്കും. അത് എത്ര പേരാണെന്നാ ചോദിക്കുന്നത്? 16 ആണോ, 8 ആണോ, 14 ആണോ, 2 ആണോ? ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ച നമ്പർ ഇതിൽ കാണില്ല. പക്ഷേ ശരി ഉത്തരം 14 ആണ്. 12 രാജ്യസഭയിലേക്കും 2 ലോക്സഭയിലേക്കാണ്. ആ ലോക്സഭയിലേക്കുള്ളത് ഇപ്പൊ കാര്യമായിട്ട് ഇല്ല. ഡയറക്റ്റ് എലക്ഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹു അപ്പോയിന്റ്സ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? എളുപ്പമുള്ള ചോദ്യമാണ്. ലോക്സഭയാണോ, പ്രസിഡന്റ് ആണോ, പാർലമെന്റ് ആണോ, സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണോ? ഡയറക്റ്റ് ആണ്. പ്രസിഡന്റ് ആണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം അദ്ദേഹമാണ് ഇന്ത്യയുടെ പ്രഥമ പൗരനായിട്ട് കണക്കാക്കുന്നത്. പ്രസിഡന്റ് ആണ്. അദ്ദേഹമാണ് എല്ലാ ബില്ലുകളും സാങ്ഷൻ ചെയ്യേണ്ടത്. ദ ഫസ്റ്റ് വുമൺ ഗവർണർ സ്റ്റേറ്റ് ഇൻ ഫ്രീ ഇന്ത്യ വാസ്. ഡയറക്റ്റ് ആൻഡ് ഈസി ക്വസ്റ്റ്യൻ. ഇന്ദിരാഗാന്ധിയാണോ, വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണോ, സരോജിനി നായിഡു ആണോ, സുജേത കൃപലാനി ആണോ? സരോജിനി നായിഡു ആണ് ആദ്യത്തെ വിമൻ ഗവർണർ ആയിട്ട് ഉള്ളത്. മിനിമം ഏജ് റിക്വയർഡ് ടു കണ്ടസ്റ്റ് ഫോർ പ്രസിഡന്റ്ഷിപ്പ്. പ്രസിഡന്റ്ഷിപ്പിന് മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ വയസ്സ് എത്ര? 23, 21, 35, 30. ഇത് ഡയറക്റ്റ് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഉത്തരം കാണിച്ചത്. 35 വയസ്സ് വേണം. എന്നാൽ MLA-ക്കും MP-ക്കും ഒന്നും ആ ഒരു വയസ്സല്ല. അതൊന്നും ആലോചിച്ച് വെക്കുക. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഡയറക്റ്റ് ആയിട്ട് SSC PSC-ക്ക് വരെ ചോദിക്കുന്ന ചോദ്യമാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണെന്നുള്ളത് ഡയറക്റ്റ് ചോദ്യമാണ്. ഓക്കെ, ഡയറക്റ്റ്. ജവഹർലാൽ നെഹ്റു ആണോ, രാജേന്ദ്ര പ്രസാദ് ആണോ, സർദാർ പട്ടേൽ ആണോ, BR അംബേദ്കർ ആണോ? ഒന്നും സംശയിക്കേണ്ട, BR അംബേദ്കർ ആണ്. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ലോ മിനിസ്റ്ററും ആരായിരുന്നു? നമ്മുടെ അംബേദ്കർജി ആയിരുന്നു. ദ ഐഡിയ ഓഫ് ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിൾ
വാസ് ബോറോഡ് ഫ്രം വിച്ച് കൺട്രി? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ. പ്രിയാമ്പിൾ എവിടുന്ന കടം വാങ്ങിയിട്ടുള്ളത്? ഫ്രാൻസ് ആണോ, കാനഡയാണോ, ഓസ്ട്രേലിയ ആണോ, USA ആണോ? USA. USA നിന്നാണ് നമ്മുടെ പ്രിയാമ്പിൾ. അതായത് നമ്മൾ പറയുന്നുണ്ടല്ലോ, വി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു വലിയ പ്രിയാമ്പിൾ നമുക്കുണ്ട്. നല്ല രസമാണത്. അല്ലെങ്കിൽ അത് കാണാതെ പഠിച്ച് പറയാൻ നമുക്കൊരു ഒരു രസമാണത്. ആക്ച്വലി രസം എന്ന് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് സെൻസിലാണ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ഇൻട്രൊഡ്യൂസ്ഡ് ദ ഡയാർക്കി സിസ്റ്റം ഇൻ ഇന്ത്യൻ പ്രൊവിൻസസ്? നമ്മൾ ഈ 8ലും 10ലൊക്കെ സോഷ്യൽ പഠിക്കുമ്പോൾ പറയുന്നതാണ്. ഡയാർക്കി സിസ്റ്റം ഏതു ആക്ട് പ്രകാരമാണ് കൊണ്ടുവന്നത്? ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഡയാർക്കി സിസ്റ്റം എന്നാണ് വന്നത്? 1919ലാണ് ഡയാർക്കി സിസ്റ്റം ആക്ട് ആയിട്ട് വന്നിട്ടുള്ളത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഒരിക്കലും വരുന്നതല്ല. കാരണം ഡയാർക്കി സിസ്റ്റം ഒക്കെ എടുത്തു പോയി ആ സമയമാകുമ്പോഴേക്ക്. അപ്പോൾ ചോദ്യങ്ങൾ കാണുമ്പോൾ ഒന്നൊന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ ഒന്ന് അതിനെ എന്താ പറയാ, ഒന്നും കൂടെ ഒന്ന് ആലോചിക്കാൻ, ഈ നാടഴിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഒന്നും കൂടെ ഒന്ന് റിപ്പാർട്ട് ചെയ്ത് നോക്കുക. ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? നമ്മൾ നേരത്തെ വേറൊരാളെയാണ് പഠിച്ചത്. ഇപ്പൊ പ്രസിഡന്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അംബേദ്കർ ജി ആണോ, നെഹ്റു ആണോ, രാജേന്ദ്ര പ്രസാദ് ആണോ, സർദാർ പട്ടേൽ? രാജേന്ദ്ര പ്രസാദ് ആണ് പ്രസിഡന്റ് ആയിട്ട്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിട്ട് വന്ന ആൾ. ദ കൺസെപ്റ്റ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് എ സ്റ്റേറ്റ് പോളിസി, DPSP എന്നാണ് നമ്മൾ ചെറുതായിട്ട് പറയുന്നത്. വാസ് ബോറോഡ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ്. ഇതും ഈ ബോറോയിങ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ DPSP, ഓക്കെ, അത് ഏത് രാജ്യത്തിൽ നിന്ന് ബോറോ ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുന്നത്. കാനഡയാണോ, അയർലൻഡ് ആണോ, ഓസ്ട്രേലിയ ആണോ, USA ആണോ? എവിടുന്നാണ് DPSP ബോറോ ചെയ്തിട്ടുള്ളത്? എവിടുന്നാ? അയർലാൻഡിൽ നിന്നാണ് DPSP എടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ നേരത്തെ USA ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിയാമ്പിൾ എടുത്തത് USA എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ DPSP എടുത്തിട്ട് അയർലാൻഡിൽ നിന്നാണ്. ദ ഫെഡറൽ സിസ്റ്റം ഓഫ് ഇന്ത്യ ഈസ് ബേസ്ഡ് ഓൺ വിച്ച് കൺട്രീസ് മോഡൽ? നമ്മുടെ ഫെഡറൽ സിസ്റ്റം എന്താണ്? ഷെയർ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സെപ്പറേറ്റഡ് അല്ല, ഷെയർ ചെയ്യുന്നു. ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും പവർ ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഫെഡറൽ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് ഏത് കൺട്രി മോഡലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? USA ആണോ, കാനഡയാണോ, ഓസ്ട്രേലിയ ആണോ, UK ആണോ? കാനഡയിൽ നിന്നാണ് നമ്മുടെ ഫെഡറൽ സിസ്റ്റം ബോറോ ചെയ്തിട്ടുള്ളത്. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഇൻസ്പയർഡ് ബൈ വിച്ച് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്? എടുത്തത് എവിടെ നിന്നാണെന്ന് പറഞ്ഞു, പക്ഷെ ഏത് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് ഇൻസ്പയർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്? അത് തന്നെയാണ് ഇവിടത്തെയും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. US കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പ്രിയാമ്പിളിന്റെ കാര്യം പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും വരുന്നതാണ്. ഓക്കെ, ദ ഐഡിയ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ബോറോഡ് ഫ്രം. ഫണ്ടമെന്റൽ റൈറ്റ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകത്തിലെ ഏറ്റവും കൂടുതൽ റൈറ്റ് ആവശ്യപ്പെടുന്ന ജനത ഏതാന്ന് ആലോചിച്ചാൽ ഇതിന് കിട്ടും. ഞാൻ അത് അങ്ങനെയാണ് പഠിക്കാറുള്ളത്. ഈ ഫണ്ടമെന്റൽ റൈറ്റും പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഭയങ്കര വ്യത്യാസവും അല്ലെങ്കിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നതാണ്. അപ്പൊ റൈറ്റ് എവിടുന്നാ വരുന്നത്? അയർലൻഡ് ആണോ, USA ആണോ, ഫ്രാൻസ് ആണോ, UK ആണോ? ഏറ്റവും കൂടുതൽ റൈറ്റിന് വേണ്ടി ഞങ്ങളുടെ റൈറ്റ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആ ഒരു റൈറ്റിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആരാ? USA-ക്കാരാ. എന്നാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എവിടെയാണെന്ന് അറിയോ? ഡ്യൂട്ടി, ഈ ഡ്യൂട്ടിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നത് ആരാ? റഷ്യക്കാരാണ്. റഷ്യ എന്നാണ് അത് എടുത്തിട്ടുള്ളത്. വിച്ച് അമെന്റ്മെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്? അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള അമെന്റ്മെന്റ് ഏതാണ്? ആക്ട് പിന്നീട് അമെന്റ്മെന്റ് ആയി മാറിയതാണ്. ഇപ്പൊ 86 ആണോ, 91 ആണോ, 73 ആണോ, 74 ആണോ എന്നാണ് ചോദ്യം. ഏതിലാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്നിട്ടുള്ളത്? അത് 86ലാണ് വന്നിട്ടുള്ളത്. അടുത്തത് നോക്കാം. വിച്ച് അമെന്റ്മെന്റ് ഡീൽസ് വിത്ത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ഓക്കെ, പഞ്ചായത്തി രാജ് എവിടുന്നാണ്, അല്ലെങ്കിൽ ഏത് അമെന്റ്മെന്റ് പ്രകാരമാണ് പഞ്ചായത്തി രാജ് വന്നിട്ടുള്ളത്? 73, 74, 86, 91, ഇതിലേതാണ് പഞ്ചായത്തി രാജ് വന്നിട്ടുള്ളത്? 73ലാണ് പഞ്ചായത്തി രാജ്, അല്ലെങ്കിൽ 73ലെ അമെന്റ്മെന്റ് പ്രകാരമാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ നേരത്തെ
ഡ്യൂട്ടീസിനെ പറ്റിയിട്ട് പറഞ്ഞു. ആക്ച്വലി ഈ റഷ്യ എന്ന് പറയുന്നത് പണ്ടത്തെ USSR ആണ്. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ അങ്ങനെയും ചോദിച്ചേക്കാം, ഏത് എവിടുന്നാണ് എടുത്തതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് റഷ്യ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ USSR കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ രണ്ട് ഓപ്ഷനും ഒരിക്കലും ഒന്നിച്ചു തരില്ല. റഷ്യ കണ്ടിട്ടില്ലെങ്കിൽ യു എസ് എസ് ആർ കണ്ടിട്ടില്ലെങ്കിൽ റഷ്യ എന്ന് നിങ്ങൾ അടയാളപ്പെടുത്തണം. അപ്പൊ പഞ്ചായത്ത് രാജ് വന്നിട്ടുള്ളത് 73-ാം അമെന്റ്മെന്റ് പ്രകാരമാണ്. ഇനി ഇതേപോലെ മുനിസിപ്പൽ കോർപ്പറേഷൻ വന്നത് ഏത് അമെന്റ്മെന്റ് ആണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഇവിടെ ഏതാ പഠിച്ചത്? ഇതാ പഞ്ചായത്ത് രാജ് പഠിച്ചത് 73-ആണ്. പഞ്ചായത്ത് രാജ് മറക്കരുത്. ഇനി വരുന്നതോ മുനിസിപ്പൽ കോർപ്പറേഷൻ, അത് ഏത് അമെന്റ്മെന്റ് ആണ്? 73, 74, 86, 91. ഇത് അടുപ്പിച്ചിട്ടുള്ള ചേട്ടാനിയന്മാരെ പോലെ 74-ാമത്തെ അമെന്റ്മെന്റ് പ്രകാരമാണ് മുനിസിപ്പൽ കോർപ്പറേഷനെ പറ്റി പറയുന്നത്. ഇനി ഇതിൽ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് എന്താന്ന് പറയണം, ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്താന്ന് പറയണം. ഡ്യൂട്ടി നിങ്ങളൊരു രാജ്യത്തിന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഡ്യൂട്ടികളാണ്. ഓക്കെ, പക്ഷെ റൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവകാശപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാത്തത് ഏത്? ഈക്വാലിറ്റി ആണോ? റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഇതിൽ ഏതാണ് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാത്തത്? റൈറ്റ് ടു പ്രോപ്പർട്ടി. അതുകൊണ്ട് ഇനി അച്ഛനോടും അമ്മയോടൊന്നും സ്വത്ത് ചോദിച്ച് ആരും ചെല്ലരുത്. കാരണം ഈ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഇത് അറിഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ല അച്ഛനുള്ളതെല്ലാം എനിക്ക് തന്നെ കിട്ടണമെന്ന്, അല്ലെങ്കിൽ അമ്മയ്ക്കുള്ളതെല്ലാം കിട്ടണമെന്ന് പറയാൻ നമുക്കൊരു അവകാശമൊന്നുമില്ല. അതുകൊണ്ടാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാത്തത്. ഇനി വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ റൈറ്റ് ടു ഈക്വാലിറ്റി? ഈക്വാലിറ്റിയെ നമുക്ക് തരുന്നത് ഏത് ആർട്ടിക്കിൾ ആണ്? 14-ആണോ, 19-ആണോ, 21-ആണോ, 25? ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ആർട്ടിക്കിൾ 14-ആണ്. 14-ാമത്തെ ആർട്ടിക്കിൾ ആണ് നമ്മൾ റൈറ്റ് ടു ഈക്വാലിറ്റിയെ കുറിച്ച് പറയുന്നത്. നമ്മൾ ഈക്വൽ ആയിട്ട് തുടരണം ഇന്ത്യയിൽ എന്നുള്ളത് പറയുന്നത് 14-ാമത്തേതാണ്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ റൈറ്റ് ടു ഫ്രീഡം? ഫ്രീഡം, ഈക്വാലിറ്റി 14-ആന്ന് പറഞ്ഞു. അപ്പൊ ഫ്രീഡമോ? 14, 19, 21, 25. റൈറ്റ് ടു ഫ്രീഡം പറയുന്നത് ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെയുള്ളതാണ്. ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം പറയുന്നത് 19 മുതലാണ്. ആർട്ടിക്കിൾ 19. ഓക്കെ. Who among the following was not a member of the Constituent Assembly? അപ്പൊ കോൺസ്റ്റിറ്റ്യൂവൻസ് അസംബ്ലി പഠിക്കുമ്പോൾ ഇതിൽ ആരാണ് മെമ്പർ അല്ലാത്തത്? ഗാന്ധിജിയാണോ, കെ മുൻഷിയാണോ, BN റാവു ആണോ, S രാധാകൃഷ്ണൻജി ആണോ? അപ്പോ ഉത്തരം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ഒരു മെമ്പർ ആയിരുന്നില്ല. പക്ഷെ അംബേദ്കർജി ഉണ്ടായിരുന്നു. Who moved the resolution for an independent constituent assembly in 1934? 1947-ലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. പക്ഷെ 1934 ഒരാൾ പറഞ്ഞു നമുക്കൊരു സ്വതന്ത്ര രാജ്യം വേണം, അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, അതുപോലെ അത് ഉണ്ടാക്കാൻ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയും വേണം. അത് ആരാണ് പറഞ്ഞത്? നെഹ്റു ആണോ, സുഭാഷ് ചന്ദ്രബോസ് ആണോ, മഹാത്മാഗാന്ധിയാണോ, MN റോയ് ആണോ? ഉത്തരം ഇത് ഡയറക്റ്റ് ചോദിച്ചു കണ്ടിട്ടുള്ള, PSCക്ക് പോലും ചോദിച്ചിട്ടുള്ളതാണ്. MN റോയ് ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അന്നത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചിന്തകനായിരുന്നു MN റോയ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ വിച്ച് ഇയർ? അതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. 1946, 47, 48, 49. ഇൻഡിപെൻഡൻസ് എന്ന് കിട്ടിയത് 47. അപ്പോൾ സംശയമൊന്നും വേണ്ട, ആക്ട് വന്നത് 1947 ആണ്. ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് ഹെൽഡ് ഓൺ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നും നാളെ വരുമോ അല്ലെങ്കിൽ സെറ്റിന് വരുമോ എന്നല്ല ഞാൻ പറയുന്നത്, ഇത് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ പറയുന്ന എല്ലാം ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ PSC എടുത്താലും എന്ത് ചോദ്യം എടുത്താലും ഇങ്ങനത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞ കുറെ ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. നിങ്ങൾ എടുത്ത് നോക്കിക്കോ. ഓക്കെ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് എന്നാണ് ഉണ്ടായതെന്നാണ് ചോദിക്കുന്നത്. അതായത് എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വന്നിട്ടുള്ളത്? നമുക്കൊരു ഭരണഘടന, നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. അപ്പൊ അതിനുവേണ്ടി ഒരു അസംബ്ലി, ഒരു ഗ്രൂപ്പ് കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയിട്ട് അവരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കേണ്ടത്. അവരെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലുള്ള ആൾക്കാർ, ആ അസംബ്ലി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് വന്നത് എന്നാണ്? 26 ജനുവരി 1947, 15 ഓഗസ്റ്റ് 1947, 9th ഡിസംബർ 1946, 26 നവംബർ 1949. 9th ഡിസംബർ 1946-ലാണ് വന്നിട്ടുള്ളത്. ഇനി വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ദാറ്റ് there will be an election commission of India? അപ്പൊ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച്
പ്രതിപാദിപ്പിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണ്? ഡയറക്റ്റ് ആണ്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഏതാ? ആർട്ടിക്കിൾ 124ആണോ 342ആണോ 324ആണോ 115ആണോ? ആലോചിച്ചേക്കുക. 100-ലൊന്നും നമ്മുടെ ആൾക്കാർ പെടുന്നില്ല. കുറെ അങ്ങോട്ട് പോണം. എന്നിട്ട് 324ലാണ്. ഈ പാൻ പരാഗ് വെറ്റിലേക്ക് ചവയ്ക്കുന്നവർ പറയുന്നത് കേട്ടിട്ടില്ലേ? ഒരു 324 എടുക്കടാ എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. അങ്ങനെ ആലോചിക്കാൻ വേണമെങ്കിൽ. അപ്പോ കമ്മീഷനെ കുറിച്ച്, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 324 ആണ്. ഇലക്ഷൻസ് ഫോർ ലോക്സഭ ആർ ഹെൽഡ് എവ്രി ഇയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് എന്തായാലും അറിയാം കേട്ടോ. നമ്മളൊന്നും തെറ്റിക്കരുത്. 3ആണോ 4ആണോ 5 വർഷമാണോ 6 വർഷമാണോ? ലോകസഭയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് നമ്മൾ വെറുതെ പോയിട്ട് ഉപകാരമില്ലാതെ വോട്ട് ചെയ്ത് പോരുന്നത്? 5 വർഷം കൂടുമ്പോഴാണ് ഇലക്ഷൻസ് നടക്കുന്നത്. എന്നാൽ രാജ്യസഭയിൽ ഇങ്ങനെയല്ല. 6 വർഷം 2 വർഷം കൂടുമ്പോൾ അംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. 6 വർഷമാണ് ഒരു ടെന്യൂർ വരുന്നത്. ഓക്കെ. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ ജനറൽ ഇലക്ഷൻസ് ബൈ ഏരിയ? ഏറ്റവും ചെറിയ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി ഇന്ത്യയിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോ ഏതൊക്കെയാ നമ്മുടെ കേരളത്തിലുള്ളത്? ഒറ്റപ്പാലമുണ്ട്, പാലക്കാടുണ്ട്, ഇങ്ങനെ കുറെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. ഓരോ ജില്ലയിലും കുറെ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഇന്ത്യ മുഴുവൻ നടന്ന് തെരഞ്ഞാൽ ഏറ്റവും ചെറിയ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഡൽഹി സദർ ആണോ, മുംബൈ സൗത്ത് ആണോ, കൊൽക്കത്ത നോർത്ത് വെസ്റ്റ് ആണോ, ചാന്ദിനി ചൗക്ക് ഡൽഹി ആണോ? ഇതിന്റെ പേരിൽ ഒരു സിനിമയുണ്ട്. അപ്പൊ അത് ആലോചിച്ച് നോക്കി. ഏറ്റവും ചെറിയ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി ഏതാ? ചാന്ദിനി ചൗക്ക് ആണ്. അറ്റ് പ്രസന്റ് ഹൗ മെനി ഹൈക്കോർട്ട്സ് ആർ ദർ ഇൻ ഇന്ത്യ? ഡയറക്റ്റ് ചോദ്യമാണ്. 25, 21, 28, 29. 21 ഉത്തരമായി കണ്ടിരുന്ന കുറെ വർഷങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ 25 ഹൈക്കോർട്ട്സ് ആണ് ഇന്ത്യയിലുള്ളത്. The Chief Justice and other judges of the High Courts are appointed by which one of the following? അതും അടുത്ത ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റിന്റെ ചോദ്യമാണ്. പ്രൈം മിനിസ്റ്റർ ആണോ, ചീഫ് മിനിസ്റ്റർ ആണോ, ഗവർണർ ആണോ, പ്രസിഡന്റ് ആണോ? ഒരു സംശയവും വേണ്ട. പ്രസിഡന്റ് ആണ് എല്ലാവരെയും അപ്പോയിന്റ് ചെയ്യുന്നതും സാങ്ഷൻ ആക്കുന്നതും പ്രസിഡന്റ് ആണ്. Who said that the preamble is the keynote to the constitution? പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ കീ നോട്ട് ആണ് എന്ന് പറഞ്ഞത് ആരാണ്? ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. ഹൃദയമാണ്, അതാണ്, ഇതാണെന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് ഒരു ചോദ്യം മാത്രമാണ് പ്രിയാമ്പിളിനെ കുറിച്ച് പറയുന്നത്. ഇത് പറഞ്ഞത് ആരാണ്? കീ നോട്ട് ടു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ആരാ? ഏണസ്റ്റ് ബാർക്കർ ആണോ, അംബേദ്കർ ആണോ, കെ മുൻഷി ആണോ, നെഹ്റുജി ആണോ? ആരാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? പ്രിയാമ്പിൾ ഈസ് ദ കീ നോട്ട് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ ആണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ്. അപ്പൊ തൽക്കാലം ഞാൻ എന്റെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നാളെ അല്ലെങ്കിൽ അടുത്തൊരു ദിവസം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഇരുന്ന് കാണാൻ അവസരമുണ്ട്. കാരണം ഞാൻ പറയുന്നു, ഞാൻ പലപ്പോഴും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുകയാണെങ്കിൽ ഇത് മുഴുവൻ കാണുമോ എന്ന് പോലും എനിക്ക് അറിയില്ല. ഒരു മിനിറ്റിലെ ഉപദേശം കഴിഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതിലൊക്കെയാണ് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സിലബസിന്റെ ഈ ഒരു അക്കാഡമിയുടെ ചാനലിലെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോലും എല്ലാ വിഷയത്തിലെ കുറിച്ചിട്ടുള്ള കുറച്ച് അറിവ് നേടാൻ ശ്രമിക്കണം. ICT എന്താണ്? ഓക്കെ, അതിൽ കുറച്ച് വ്യൂസ് ഞാൻ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ കയറി കാണണ്ട. നിങ്ങൾക്ക് ആരുടെ ചാനലിൽ വേണമെങ്കിൽ കയറി കാണാം. അല്ലെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചർ എന്താണ്, ഹിസ്റ്ററി എന്താണ്, ജോഗ്രഫി എന്താണ്? നമ്മൾ വിചാരിക്കുന്നു നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരിക കറണ്ട് അഫയറിൽ നിന്നാണ്. അല്ല, എല്ലാത്തിനും ഒരു കൃത്യമായ അളവുണ്ട് അവരുടെ കയ്യിൽ. അപ്പൊ നിങ്ങൾ 10 100 കറണ്ട് അഫയർ പഠിച്ചത് കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. അതിന് പകരം ചെറിയ വീഡിയോസ്, അത് ഏത് ആളുടെ വേണമെങ്കിലും, ഏത് അക്കാഡമിയുടെ വേണമെങ്കിലും നിങ്ങൾക്ക് കയറി കാണാം. പക്ഷെ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യാതിരിക്കുക. കുറേ വീഡിയോസ്, പല സബ്ജക്റ്റ്, അല്ലാതെ ഒരേ ടോപ്പിക്, പല ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ളത് ഒന്ന് കേൾക്കാൻ ഈ ലാസ്റ്റ് മിനിറ്റിൽ ശ്രമിച്ചാൽ നന്നായിരിക്കും. കാരണം ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അതിലേക്ക് മാത്രമേ ഉണ്ടാവില്ല. അതിൽ നമുക്ക് മാക്സിമം ഒരു 30 ചോദ്യം ആണ്, അല്ലെങ്കിൽ 50 ചോദ്യമാണ് നമ്മൾ പറയുന്നത്, ഏത് ചാനലായാലും. ഓക്കെ, ഇനിയിപ്പോ അവര് കൂടുതലായി ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷെ എല്ലാ ടോപ്പിക്കുകളെയും ഒന്ന് കേട്ട് പോകാൻ ശ്രദ്ധിക്കുക. അത് എവിടുന്നാണ് ഇൻഫർമേഷൻ കിട്ടുന്നത് അതിന്ന് കേൾക്കാൻ ശ്രദ്ധിക്കുക. ഏത് ടോപ്പിക് എന്ന് നോക്കണ്ട, എൻവയോൺമെന്റ് ആയാലും എന്തായാലും കേൾക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആ ടോപ്പിക്ക് ചിലപ്പോൾ അറിയുന്നില്ലായിരിക്കും. അത് കേട്ടാൽ നിങ്ങൾക്ക് ഉറക്കം വരുമായിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കും. ചിലപ്പോൾ തലയിൽ നിൽക്കില്ലായിരിക്കും. എനിക്കിപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോകുന്നതാണ്. ഈ നെറ്റ് സെറ്റ് ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നായിരുന്നു ഈ എൻവയോൺമെന്റ്, പൊല്യൂഷൻ ആക്ട്, അതുപോലെ സമ്മിറ്റുകൾ. എനിക്ക് ഇന്നും അത് തെറ്റിപ്പോകുന്നതാണ്. അറിയാതെ തെറ്റും, അത് മനുഷ്യ സഹജമാണ്. പക്ഷെ കേൾക്കാനുള്ള ഒരു ക്ഷമ നിങ്ങൾ കാണിക്കണം. കാരണം ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും നമുക്കൊരു മാർക്ക് കിട്ടുന്നത്.
അതായിരിക്കും ചിലപ്പോൾ ഒരു ടീച്ചർ ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ എവിടെ നിന്നാണോ കിട്ടുന്നത് എല്ലാത്തിലേക്കും ഒന്ന് തലയിടാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ആശംസിക്കുന്നു. വി വിൽ മീറ്റ് യു ആൻഡ് സി യു. ബൈ ബൈ ആൻഡ് സി യു.